എന്താണ് ഫേസ് ഫെയിലിയർ റിലേ? ഫേസ് ഫെയിലിയർ റിലേ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് മെഷീനറീസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇൻഡക്ഷൻ മോട്ടോർ അതുപോലെ 3 ഫേസ് മോട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 3 ലൈൻ അത്യാവശ്യമായിട്ടുണ്ട് RYB. ഓക്കെ, അപ്പോൾ ഈ 3 ലൈനിലും ഏതെങ്കിലും ഒരു ലൈൻ നമ്മുടെ മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്യുപ്മെന്റ്സ് അതായത് മെഷീൻസ് കംപ്ലൈന്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലത്തെ റിലേ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ RYB അതായത് L1 L2 L3 3 ലൈനും ഡയറക്റ്റ് നമ്മളിവിടെ കൊടുക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾ ഡിവൈസ് ട്രിപ്പ് ആവണം. അതിനായിട്ട് ഇവിടെ ഒരു കോമൺ ഒരു NO NC 3 ഒരു കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ് കണക്ഷൻ എടുക്കുന്നത് നമ്മുടെ ഡിവൈസിനനുസരിച്ചിട്ടുള്ള. അതുപോലെ ഇത് ഇവിടെ ഒരു ഡ്രോയിങ്ങും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ L1 L2 L3 അതായത് 3 ലൈൻ ഡയറക്റ്റ് മുകളിൽ വശത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഇവിടെ NO NC ഒരു കോണ്ടാക്ട് ഉണ്ട്, ഒരു കോമണും അതുപോലെ ഒരു NO NC. നമുക്ക് NO ആണോ NC അതായത് ഫേസ് ഫെയിലിയർ റിലേ ട്രിപ്പ് ആവണം. അതായത് ഒരു ലൈൻ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് NO ആണോ NC എന്നാണോ കണക്ഷൻ വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ ഓൾ മെഷീൻ എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഡിവൈസുകളൊന്നും ഡാമേജ് ആവാനുള്ള സാധ്യതകളില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വോൾട്ടേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ട്രിപ്പിംഗ് ടൈമിംഗ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു NO NC മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ സെലക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഫേസ് ഫെയിലിയർ റിലേ ആണ്. ഇത് സ്നൈഡർ എന്ന കമ്പനിയുടെ ഒരു ഫേസ് ഫെയിലിയർ റിലേ ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കണക്ഷൻസ് ഒന്ന് നോക്കിയാലോ. അതിനായിട്ട് സാധാരണ L1 L2 L3 അതായത് 3 ലൈൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 2 റിലേ ഉണ്ട്, അതായത് NO NC ഇവിടെ ഒരു ഓപ്ഷനിലുണ്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു NO NC യൂസ് ചെയ്യാം. അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 3 ഫേസ് ലൈൻ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു. നമുക്ക് 2 റിലേ ഉണ്ട്. ട്രിപ്പ് ആവുന്നതിനനുസരിച്ച് NO ആണോ NC ആണോ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ മെഷീൻ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡ്രോയിങ്സും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ലോജിക്കിനനുസരിച്ചിട്ട് നമ്മുടെ എക്യുപ്മെന്റ്സിനകത്ത് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ മെഷീൻ എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഫേസ് ഫെയിലിയറിലെന്ന്. ഓക്കെ, അതായത് ഒരു ഫേസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻസ് ഡാമേജ് ആകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. അല്ലാണ്ട് നമുക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഈ സ്നൈഡറിന്റെ ഈ ഒരു ഫേസ് ഫെയിലിയർ റിലേയിൽ വരുന്നില്ല.